ദേ നല്ല ക്വാളിറ്റിയുള്ള ഒരു വീട് വന്നിട്ടുണ്ടല്ലോ. വെറും 10 മാസം മാത്രം പഴക്കമുള്ള വീടാണ്. അതും ആരും താമസിക്കാത്ത വീട്. കാർ പോർച്ച് മാത്രം സെറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോൾ സ്ക്വയർ ഫീറ്റ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കാർ പോർച്ച് സെറ്റ് ചെയ്യുക. നല്ല എന്താ പറയണം, നല്ല സ്ട്രോങ് ആയിട്ട് പണി കഴിപ്പിച്ച, അതും ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈ വീടിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാനും. ഇതന്നെ കട്ട്ളയും വാതിലൊക്കെ കണ്ട എന്താ ഒരു ഭംഗി നോക്കി. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. കംപ്ലീറ്റ് ഫാനും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ടി വി ഏരിയ ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ലിവിങ് ഏരിയയിലിരുന്നും ടി വി കാണാം, ഡൈനിങ് ഹാളിലിരുന്നും കാണാൻ പറ്റും. അതേകൂട്ട് തന്നെ ഫാനെല്ലാനും എന്താ പറയണ വോൾട്ടേജ് കുറവിൻ്റെയാണ്, ലോ വോൾട്ടേജിൻ്റെയാണ്. എല്ലാം റിമോട്ടിൽ വർക്ക് ചെയ്യണ ഫാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് ഇരിക്കണം അവിടെ ഇരുന്ന് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കണതാണ്. എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രയും നല്ലൊരു വീടാണ്. ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ. അവിടെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് ടച്ച് ഗ്ലാസ്സാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഗ്ലാസ്സുമ്പോൾ തന്നെ ഉണ്ട്. നല്ല ഏരിയ. സ്റ്റെയർ കേസൊക്കെ തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് മാത്രം തടി പൊതിഞ്ഞേക്കണാണ്. ക്രിസ്ത്യൻസിൻ്റെ വീടാണ്, അത് കാരണം അങ്ങനെ അതിൻ്റെ അത് രൂപവും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം. 3 ഫേസ് കണക്ഷൻ ഉണ്ട്. വേണ്ട 3 ഫേസ് കണക്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ അത് പവർ ബാക്കപ്പിനുള്ള ഏരിയ ആണത്. അവിടെ അതിനുള്ള പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം വന്നത്. എന്താ ഒരു സ്റ്റോറേജ് സ്പേസ്. ഈ വീടിൻ്റെ ആണെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എൻജിനീയറിംഗ് കോളേജ്, പള്ളി, സൂപ്പർ മാർക്കറ്റ്, ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ എല്ലാവിധ സൗകര്യമുണ്ട്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ സൗകര്യവും. ഇതേ അതിൻ്റെ ബാത്റൂം എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയൽ. എല്ലാ പരിപാടിയും കഴിഞ്ഞിറങ്ങുകയാണ്. നിങ്ങൾ വന്ന് താമസിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ തുണിയും കാര്യങ്ങളും കുറച്ച് പാത്രങ്ങളായിട്ട് വന്നാൽ താമസം തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് കാർ പോർച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരുപാട് മോഡലുണ്ട് ഇപ്പോൾ കാർ പോർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഏത് മോഡൽ വീടിനിറങ്ങണ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കാണില്ലേ. എല്ലാ ഫാനും റിമോട്ടാണ്. എല്ലാ റിമോട്ടും ഇവിടെ തന്നെ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കിടക്കുമ്പോഴായാലും നമ്മൾ സ്വിച്ച് മേലോട്ട് നടന്നു ചെല്ലണ്ട. പോയി അതുമ്പോൾ തിരിക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. റെഗുലേറ്ററുമ്പോൾ തൊടേ വേണ്ട. റിമോട്ടിൽ തന്നെ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക. അതും എല്ലാ ഫാനും നമ്മുടെ കറണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് കുറഞ്ഞിരിക്കും. 2ാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡും ബാത്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഈ വീടിനുള്ളത് ഓപ്പൺ കിച്ചണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യട്ടോ. കണ്ട ലൈറ്റ് കാര്യങ്ങളെല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റൗവ്, ഹോബ് കാര്യങ്ങളും എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ്. ജനലിൽ കർട്ടൻ വരെ നിങ്ങൾ കണ്ടില്ലേ, ജനലിൻ്റെയൊക്കെ കർട്ടൻ വരെ സെറ്റ് ചെയ്തിട്ടാണ്. എന്താ സ്റ്റൗവൊക്കെ കണ്ടില്ലേ, 4 ബർണറിൻ്റെ നല്ല ബ്രാൻഡഡ് സ്റ്റൗവൊക്കെയാണ്. അതെല്ലാം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലി മൂക്കന്നൂരാണ്. മൂക്കന്നൂർ പള്ളിപ്പടിയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനിയും കാഴ്ചകൾ കുറച്ച് കാണാനുണ്ടോ, ഓടിപ്പോകരുതാരും. അതുപോലെ തന്നെ നമ്മളുടെ നിങ്ങൾ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ബ്രോക്കർ കമ്മീഷനോ കാര്യങ്ങളൊന്നും തരേണ്ടതില്ല കേട്ടോ. നമ്മൾ വാങ്ങുന്നവരോട് ബ്രോക്കർ കമ്മീഷനോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. കാരണം കുറേ പേരായിപ്പോൾ അത് വിളിച്ച് ചോദിക്കണം, എടുത്ത് ചോദിക്കണം. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അത് പുതിയ ആൾക്കാരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. കാരണം ആദ്യമൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുമായിരുന്നു. പിന്നെ ആരെങ്കിലും സന്തോഷത്തോടുകൂടി എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്കുള്ള സർവീസ് കംപ്ലീറ്റ് ഫ്രീ ആണ്.
കാരണം വീട് വാങ്ങണവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. കാരണം ഈ പണയപ്പാടും അതേകൂട്ട് തന്നെ ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും വീട് വാങ്ങണം. അപ്പോൾ അതിൻ്റെ അകത്ത് പോയി കൈ നീട്ടാൻ വേണ്ടി നമ്മൾക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങളെ കയറി താമസത്തിന് അപ്പോൾ പാല് കാച്ചുമ്പോൾ വിളിച്ച് ഒരു ഗ്ലാസ് ചായ തന്ന സന്തോഷമുള്ളൂ. ഇതേ 3ാമത്തെ ബെഡ്റൂം, അതിൽ കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല. ഇതേ 3ാമത്തെ ബെഡ്റൂം, ഇത് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സെക്കൻഡ് ബെഡ്റൂം ഉണ്ട്. പിന്നെ ബാൽക്കണി ഉണ്ട്. പിന്നെ നിങ്ങളുടെ തുണിയൊക്കെ അലക്കി ഉണക്കാനിടാനുള്ളൊരു സ്പേസ് വേറെ ഉണ്ട്. കംപ്ലീറ്റ് A to Z പണി തീർത്തിട്ടേക്കാണ്. അത് നിങ്ങൾ കണ്ടു നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് പോലും ബാലൻസ് വെച്ചിട്ടില്ല. അതിൻ്റെ കബോർഡ്, 4ാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡ് കാര്യങ്ങൾ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ താഴത്തുനിന്ന് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അതിൻ്റെ ബാത്റൂം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീട് വാങ്ങാം. ഇത് 7 സെൻറ്റിന് 100 പോയിൻറ്റ് കുറയും. അത് 6900 സ്ഥലമുള്ളത്. 2700 സ്ക്വയർ ഫീറ്റ് വീട്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. ഈ വീടിന് അവർ 87 ലക്ഷം രൂപയാണ് ചോദിക്കണം. ഇവിടെയാണ് നിങ്ങളുടെ തുണി അലക്കാനും ഉണക്കാനൊക്കെ ഇടാനുള്ളൊരു ഏരിയ. ഇതൊരു വലിയൊരു ഏരിയ ഉണ്ടാ. ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഇവിടെ തുണി അലക്കി ഉണക്കി ഇട്ട് കഴിയുമ്പോഴേക്കും തേച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് അയണൊക്കെ ഇവിടെ തന്നെ ചെയ്യാം. അതിനൊരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്ലഗും പോയിൻ്റ് എല്ലാനും ഉണ്ട്. ഇവിടെ ഒരു ഫാനുണ്ട് കണ്ട, അതിൻ്റെ റിമോട്ടും ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട്. ഇനി വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി താഴെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് ഉണ്ടോ, ഇത് വേസ്റ്റ് വാട്ടർ പോകാനുള്ള, ഇത് നമുക്ക് മിഷ്യത്തിലോട്ട് വെള്ളം കൊടുക്കാനുള്ള, ഇത് കറണ്ട് കണക്ഷൻ, അതെല്ലാനും ഈ ഒരു മൂലക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാ സൗകര്യവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഇത് അങ്കമാലി ടൗണിലോട്ടൊക്കെ 5 കിലോമീറ്ററേ ഉള്ളൂ. വീട് അങ്ങാടൊന്നും പോകണ്ട, ഈ മൂക്കന്നൂർ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട്. കാരണം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എയർപോർട്ടിലോട്ട് അതുപോലെ തന്നെ അടുത്താണ്. കാരണം അങ്കമാലി 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ എയർപോർട്ടിലോട്ട് എത്രയും ദൂരം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ, എല്ലാവരും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീട്, കാരണം നമ്മൾ ഈ ലോ ബഡ്ജറ്റും അല്ലാത്തതും എല്ലാ ലക്ഷറി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു വീട് വാങ്ങണമെങ്കിൽ 1 രൂപ പോലും നിങ്ങൾ ബ്രോക്കർ കമ്മീഷൻ തരേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും തന്നാൽ നമ്മൾ വാങ്ങിച്ച്, അല്ലാണ്ട് നിങ്ങൾ ഈ വീടൊക്കെ വാങ്ങിച്ച് അതിൻ്റെ കയറി താമസമൊക്കെ നടത്തുമ്പോൾ വിളിച്ചൊരു ഗ്ലാസ് ചായ, അതിനപ്പുറത്തോട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരല്. കാരണം ഒരു വീട് വാങ്ങിക്കണവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. കാരണം ഇത് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വാങ്ങുന്നവരെ കമ്മീഷനേ വാങ്ങാറില്ല.